ശശി തരൂർ എംപിക്കെതിരെ ആഞ്ഞടിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ. തരൂർ എന്തുകൊണ്ട് വിമർശനം പ്രവർത്തക സമിതിയിൽ ഉന്നയിച്ചില്ല എന്ന് പി.ജെ. കുര്യൻ ചോദിച്ചു. തരൂർ തിരുവനന്തപുരത്തുള്ളതിനേക്കാൾ കൂടുതൽ വിദേശത്താണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല നേതാവാകാനുള്ള യോഗ്യത. അങ്ങനെയെങ്കിൽ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ട സോമനാഥിനെ നേതാവാക്കണമല്ലോ എന്നും പി.ജെ. കുര്യന്റെ പരിഹാസം. അത് വ്യത്യസ്ത നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അഭിപ്രായങ്ങൾ ഒരുമിച്ച് കേട്ടിട്ട് AICC ഒരു തീരുമാനം എടുക്കും. എന്നാൽ ഈ സമയത്ത് തരൂർ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തക സമിതിയിൽ അഭിപ്രായം പറയാനുള്ള 100 പേരുള്ളൂ സാധ്യമല്ല എങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റി അത് പറയണമായിരുന്നു. ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് വേണമെന്ന് പുറത്തും പറയാം. കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ അറിഞ്ഞിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ? അപ്പോൾ അദ്ദേഹം വിദേശത്താണ് കൂടുതൽ സമയം. ഇത് കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ എങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള ഒരു ഇന്ത്യയിലില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ.